ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലീസ് ഡിസ്ക് മെത്തേഡിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പം അത് ഒരു പുവർ കണ്ടക്ടറിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് വീഡ്മാൻ ഫ്രാൻസ് ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം പഠിച്ചുകൊണ്ടിരുന്നത് തെർമൽ കണ്ടക്ഷനെ, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡായ കണ്ടക്ഷനെ കുറിച്ചായിരുന്നു. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി എന്താണ്, തെർമോമെട്രിക് കണ്ടക്ടിവിറ്റി എന്താണ്, അതുപോലെ വീഡ്മാൻ ഫ്രാൻസ് ലോ ലീസ് ഡിസ്ക് മെത്തേഡ് ഉപയോഗിച്ചിട്ട് പുവർ കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതുപോലെയുള്ള എക്സ്പെരിമെന്റ്സ് ഈ കണ്ടക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടും ഹീറ്റ് കണ്ടക്ടേഴ്സ് അതൊക്കെ വെച്ച് നടത്തുന്ന എക്സ്പെരിമെന്റ്സിൻ്റെ ഒക്കെ റിസൾട്ട്സിൽ നിന്നും ഒരു റിസൾട്ട് പൊതുവായിട്ട് കിട്ടിത്തുടങ്ങി. അതായത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും ഹീറ്റ് കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള ഒരു ബന്ധം. അതായത് എല്ലാ ഇലക്ട്രിസിറ്റിയുടെ ഗുഡ് കണ്ടക്ടേഴ്സ് എല്ലാം തന്നെ ഹീറ്റിൻ്റെയും ഗുഡ് കണ്ടക്ടേഴ്സ് ആണ് എന്നൊരു റിസൾട്ട് ഈ ഇങ്ങനെ നടത്തുന്ന എക്സ്പെരിമെന്റ്സിൽ നിന്നെല്ലാം കിട്ടിത്തുടങ്ങി. ഓക്കെ, അതായത് ഓൾ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്. ഓക്കെ, അങ്ങനെ ഒരു റിസൾട്ട് വന്നു തുടങ്ങി. അപ്പം ആ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയെയും തെർമൽ കണ്ടക്ടിവിറ്റിയെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ ആണ് വീഡ്മാൻ ഫ്രാൻസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോയുടെ സ്റ്റേറ്റ്മെന്റ് ഇത്രയേ ഉള്ളൂ: ദ റേഷ്യോ ഓഫ് thermal conductivity to the electrical conductivity at a particular temperature is the same for all metals. Okay, അപ്പോൾ thermal conductivityയും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഓക്കെ, അത് ശ്രദ്ധിക്കണം. ടെമ്പറേച്ചർ അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് നമ്മൾ പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റിയുടെയും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെയും റേഷ്യോ എല്ലാ മെറ്റൽസിനും സെയിം ആയിരിക്കും അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഓക്കെ, അതാണ് വീഡ്മാൻ ഫ്രാൻസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ റേഷ്യോ, ഈ തെർമൽ കണ്ടക്ടിവിറ്റി ടു ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ആ റേഷ്യോ ഇസ് പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ലോറൻസ് ആണ് ഈ പ്രൊപ്പോർഷണാലിറ്റിയുടെ ആ കാര്യം പ്രൊപ്പോസ് ചെയ്തത്. ഈ റേഷ്യോ എന്ന് തെർമൽ കണ്ടക്ടിവിറ്റി ടു ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന റേഷ്യോ ഈസ് പ്രൊപ്പോർഷണൽ ടു ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ, അതായത് കെ ആണ് നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റിയെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ആൻഡ് സിഗ്മയാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ സിമ്പിൾ. ഓക്കെ, അപ്പോൾ കെ ബൈ സിഗ്മ ഈസ് പ്രൊപ്പോർഷണൽ ടു ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ ടി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, കെ ബൈ സിഗ്മ ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് വീഡ്മാൻ ഫ്രാൻസ് ലോയുടെ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ചോദിക്കുകയാണെങ്കിൽ ഇതാണ്. ഓക്കെ, ഇതിൽ ഏത് രണ്ട് ഫോമിൽ ഏതായാലും മതി. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി നമ്മളിവിടെ ഈക്വൽ ടു സൈൻ ഇട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ലോ ഇത്രയേ ഉള്ളൂ. ഈ വീഡ്മാൻ ഫ്രാൻസ് ലോ is a relation connecting electrical conductivity and thermal conductivity, and it states that the ratio of thermal conductivity to electrical conductivity at a particular temperature is the same for all metals. Okay, അപ്പം ഇത്രയുമാണ് കണ്ടക്ഷൻ, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ മെത്തേഡായ കണ്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഡെഫിനിഷൻ, സ്റ്റഡി സ്റ്റേറ്റ് എന്ന് അറ്റൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് എന്താണ്, തെർമൽ കണ്ടക്ടിവിറ്റി, തെർമോമെട്രിക് കണ്ടക്ടിവിറ്റി, അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ്, പിന്നെ വീഡ്മാൻ ഫ്രാൻസ് ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കണ്ടക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു 3 മെത്തേഡ്സ് ആണ് ഉള്ളത് ഹീറ്റ് ട്രാൻസ്ഫറിന്: കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. അപ്പോൾ കണ്ടക്ഷൻ ഇപ്പോൾ ഇത്രയും പഠിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കൂടുതൽ സോളിഡ്സിലാണ് അത് ഉള്ളത്. ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് പുവർ കണ്ടക്ടേഴ്സ് ആണ് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ലിക്വിഡിലെ എക്സെപ്ഷൻ മെർക്കുറി ആണ്. പിന്നെ സോളിഡ്സിൽ തന്നെ ചില റബ്ബർ, അതൊക്കെ ബാഡ് കണ്ടക്ടേഴ്സ് ആണ്. പക്ഷേ കണ്ടക്ഷൻ കാണിക്കുന്നത് സോളിഡ്സ് ആണ്. ഓക്കെ, അടുത്ത മെത്തേഡായിരുന്നു കൺവെക്ഷൻ ആയിരുന്നു. കൺവെക്ഷൻ എന്ന് പറയുന്നത് അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റോട് കൂടെ തന്നെയാണ് വരുന്നത്. അത് കൂടുതൽ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസിലാണ് കാണുന്നത്. ഓക്കെ, അത് നമുക്കിവിടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. നമ്മളിനി അടുത്തതായിട്ട് പോകുന്നത് നെക്സ്റ്റ് മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് റേഡിയേഷൻ. ഓക്കെ, അപ്പോൾ റേഡിയേഷൻ എന്ന് പറയുന്ന മെത്തേഡ് അല്ലെങ്കിൽ റേഡിയേഷൻ എന്ന് പറയുന്ന പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ്സ് എ പ്രോസസ് in which heat is transmitted from one place to another without the help of the intervening medium.
ഓക്കെ, അതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. ഇന്റർവെനിങ് മീഡിയത്തിന്റെ ഹെൽപ്പ് ഇല്ലാതെയാണ് അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അതായത് അവിടുത്തെ മെറ്റീരിയൽസ് അവിടെ, അതായത് ഒരു മീഡിയം അതിനകത്ത് പാർട്ടിക്കിൾസ് ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. നമ്മൾ ഹീറ്റ് കണ്ടക്ഷൻ പഠിച്ചപ്പോൾ അവിടെ എന്തായിരുന്നു? ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് വിത്തൗട്ട് ദ ട്രാൻസ്പോർട്ട് ഓഫ് പാർട്ടിക്കിൾസ്. അതായത് ഏത് മീഡിയത്തിലൂടെയാണോ പാസ് ചെയ്യുന്നത് ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് നടക്കുന്നില്ല, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് നടക്കുന്നില്ല. പക്ഷെ എന്ത് വേണം, അവിടെ ആ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലേ കണ്ടക്ഷൻ നടക്കുള്ളൂ. കാരണം എങ്ങനെയാണ് കണ്ടക്ഷന്റെ ഇൻ ഡീറ്റെയിൽ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഹീറ്റ് എനർജി കിട്ടുമ്പോൾ പാർട്ടിക്കിൾസ് എബൌട്ട് ദെയർ ഇക്വിലിബ്രിയം പൊസിഷൻ വൈബ്രേറ്റ് ചെയ്യുന്നു. ആ വൈബ്രേഷൻ ഓരോ അടുത്തടുത്ത ലെയറിലേക്ക് പാസ് ചെയ്ത് പോവാണ്. അപ്പൊ അവിടെ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലേ വൈബ്രേഷൻ നടക്കുള്ളൂ. സോ കണ്ടക്ഷന് എന്ത് വേണം? പാർട്ടിക്കിൾസ് വേണം. മീഡിയത്തിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന മീഡിയത്തിൽ പാർട്ടിക്കിൾസ് വേണം. കൺവെക്ഷന്റെ കേസിലാണെങ്കിലും അവിടെയും പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് നടക്കുന്നുണ്ട് കൺവെക്ഷൻ ആകുമ്പോൾ. ഗ്യാസസ് ആൻഡ് സോളിഡ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസിലാണ് അത് കൂടുതൽ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അവിടെയും പാർട്ടിക്കിൾസ്, അതായത് മീഡിയത്തിൽ പാർട്ടിക്കിൾസ് അത്യാവശ്യമാണ്. പക്ഷെ റേഡിയേഷന്റെ കേസിൽ പാർട്ടിക്കിൾസ് വേണമെന്ന് ഇല്ല. ഓക്കെ, heat is transmitted from one place to another without the help of intervening medium. ഓക്കെ, അതാണ് റേഡിയേഷന്റെ പ്രത്യേകത. ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എനർജിയെ, ഇപ്പൊ ഹീറ്റ് എനർജി റേഡിയേഷൻ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് റേഡിയന്റ് എനർജി എന്ന് പറയും. ഓക്കെ, റേഡിയേറ്റ് ചെയ്യുന്ന എനർജി ആയതുകൊണ്ട് റേഡിയന്റ് എനർജി അല്ലെങ്കിൽ തെർമൽ റേഡിയേഷൻ. ഓക്കെ, റേഡിയന്റ് എനർജി ഓർ തെർമൽ റേഡിയേഷൻ എന്ന് പറയും. ഇനി ഇത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി. ഓക്കെ, ഏത് ബോഡിയാണോ ഈ റേഡിയേഷൻ എനർജി റേഡിയേറ്റ് ചെയ്യുന്നത്, ഓക്കെ, എനർജി ഇത് റേഡിയേറ്റ് ചെയ്യുന്ന തെർമൽ റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോഡി ഏതാണോ അതിന്റെ ടെമ്പറേച്ചറിനെ മാത്രമാണ് ഈ റേഡിയന്റ് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇറ്റ് ഡസ് നോട്ട് മേക്ക് ഇറ്റ് സെൽഫ് എവിഡന്റ് ഡ്യൂറിങ് ട്രാൻസ്മിഷൻ. അതായത് ഇപ്പോൾ ഒരു ബോഡിയിൽ നിന്നും മറ്റൊരു ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ റേഡിയേഷൻ വഴി നടക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് അതിന്റെ ആ ഒരു പാത്ത്, ഇപ്പൊ കണ്ടക്ഷന്റെ കേസിലാണെങ്കിൽ ഒരു മെറ്റൽ റോഡിന്റെ ഒരെൻഡിൽ നിന്നും മറ്റൊരു എൻഡിലേക്ക് നമുക്ക് പാത്ത് ആക്ച്വലി എന്താണ് പോകുന്നത് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? അതായത് ഇപ്പം ഈ മെറ്റൽ റോഡിന്റെ എ എന്ന് പറയുന്ന എൻഡിൽ നിന്നും ബി എന്ന് പറയുന്ന എൻഡിലേക്ക് ഇത് പാസ് ചെയ്ത് പോകുമ്പോൾ ഇത് എവിടെ കൂടെ പാസ് ചെയ്യുന്നോ അവിടെയൊക്കെ നമുക്ക് ടെമ്പറേച്ചർ അനുഭവപ്പെടും അല്ലെ? ഇപ്പോൾ ഹയർ ടു ലോവറിലേക്ക് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഈ പോകുന്ന പാത്തിൽ, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന പാത്തിൽ എല്ലായിടത്തും തന്നെ നമുക്ക് ടെമ്പറേച്ചർ അനുഭവപ്പെടും. കാരണം ആ മീഡിയത്തിനെ അത് ഹീറ്റ് ചെയ്യിക്കുന്നുണ്ട്. മീഡിയത്തിലേക്ക് എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ലെയറിലേക്കും കിട്ടുന്ന, ഇപ്പൊ നമ്മൾ ഇതിനെ ഓരോ ലെയറാക്കി മാറ്റുകയാണെങ്കിൽ ഓരോ ലെയറിലേക്കും കിട്ടുന്ന ഹീറ്റിനെ അത് 3 ഭാഗമായിട്ടാണ്, 3 കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഈ ലെയറിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ, ഒന്ന് ഒരു ഭാഗം സറൗണ്ടിങ്ങിലേക്ക് റേഡിയേറ്റ് ചെയ്യും, മറ്റൊരു ഭാഗം അടുത്ത ലെയറിലേക്ക് കൊടുക്കും. ഓക്കെ, അപ്പം സറൗണ്ടിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ സറൗണ്ടിങ്, അതായത് ഈ ഓരോ ഭാഗം ഇത് കടന്നു പോകുന്ന പാത്തിനെ പാത്തിന്റെ ടെമ്പറേച്ചർ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, പക്ഷെ റേഡിയേഷന്റെ കേസിൽ ആ ട്രാൻസ്മിഷൻ, ആ മീഡിയത്തിനെ അത് എന്ത് ചെയ്യുന്നില്ല, ഇറ്റ് ഡസ് നോട്ട് ഹീറ്റ് അപ്പ് ദ മീഡിയം. അതുകൊണ്ട് തന്നെ അതായത് കടന്നു പോകുന്ന മീഡിയത്തിനെ അത് ഹീറ്റ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അതിന്റെ ട്രാൻസ്മിഷൻ നമുക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് മേക്ക് ഇറ്റ് സെൽഫ് എവിഡന്റ് ഡ്യൂറിങ് ട്രാൻസ്മിഷൻ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ അത് പോയിന്റ്സ് എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ഹീറ്റ് ഇസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ഇന്റർവെനിങ് മീഡിയം. എനർജി, അങ്ങനെ പാസ് ചെയ്യുന്ന എനർജി റേഡിയന്റ് എനർജി എന്ന് പറയുന്നു. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഹീറ്റ് അപ്പ് ദ മീഡിയം ഡ്യൂറിങ് ട്രാൻസ്മിഷൻ. ഓക്കെ, അപ്പം ഇനി നമുക്ക് നോക്കേണ്ടത്, ഓക്കെ, അതിന് മുന്നേ കാര്യം പറയുന്നത് ഈ റേഡിയന്റ് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോഡിയുടെ ടെമ്പറേച്ചറിനെ മാത്രമാണ്. പക്ഷെ എമൗണ്ട് ഓഫ് റേഡിയന്റ് എനർജി, അതായത് ഇത് റേഡിയേറ്റ് ചെയ്യുന്ന തെർമൽ റേഡിയേഷന്റെ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ വേറെ കാര്യങ്ങൾ. ഓക്കെ, റേഡിയന്റ് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത് ബോഡിയുടെ ടെമ്പറേച്ചറിനാണെങ്കിലും ദ എമൗണ്ട് ഓഫ് റേഡിയന്റ് എനർജി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചറിനെ മാത്രമല്ലാതെ വേറെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ പഠിക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം,
ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഹീറ്റ് റേഡിയേഷൻസ് അല്ലെങ്കിൽ തെർമൽ റേഡിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിമിലർ ടു ലൈറ്റ് റേഡിയേഷൻ. ഓക്കെ, തെർമൽ റേഡിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിമിലർ ടു ലൈറ്റ് റേഡിയേഷൻ. ലൈറ്റ് എന്ന് പറയുന്നത് എന്ത് റേഡിയേഷൻ ആണ്? ലൈറ്റ് ഇസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലേ? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. അപ്പോൾ അതേപോലത്തെ റേഡിയേഷൻ തന്നെയാണ് തെർമൽ റേഡിയേഷനും. ഓക്കെ, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഏത് ഭാഗത്തായിട്ടാണ് വരുന്നത്? അതായത് നമ്മളിപ്പം ഫ്രീക്വൻസി റേഞ്ചിൽ പറയുകയാണെങ്കിൽ, ഓക്കെ, ഫ്രീക്വൻസിയുടെ ടേംസിൽ പറയുകയാണെങ്കിൽ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസി ഏകദേശം 14 ഹേർട്സ് ടു 4 × 10⁻14 ഹേർട്സിൽ. ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ലൈറ്റ് അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റിന്റെ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തെർമൽ റേഡിയേഷൻസ് വരുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഇൻഫ്രാറെഡ് റീജിയനിലാണ്. ഓക്കെ, ഇൻഫ്രാറെഡ് റീജിയനിലായിട്ടാണ് തെർമൽ റേഡിയേഷന്റെ ഒരു പൊസിഷൻ വരിക. ഓക്കെ, അതായത് 4 × 10⁻14 ടു 3 × 10⁻11 ഹേർട്സ്. ഓക്കെ, ഈ ഒരു റേഞ്ചിലായിരിക്കും തെർമൽ റേഡിയേഷൻ വരുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം, തെർമൽ റേഡിയേഷൻ എന്ന് പറയുന്നത് ലൈറ്റ് റേഡിയേഷൻസ് പോലെ തന്നെയാണ്, സിമിലർ ടു ലൈറ്റ് റേഡിയേഷൻ ആണ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ തെർമൽ റേഡിയേഷൻസ് എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് റീജിയനിലാണ് വരിക, അതായത് ഈ ഒരു ഫ്രീക്വൻസി റേഞ്ചിലായിരിക്കും അത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തെർമൽ റേഡിയേഷൻ്റെ പ്രോപ്പർട്ടീസ് അതാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് തെർമൽ റേഡിയേഷൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് പറയുകയാണെങ്കിൽ തെർമൽ റേഡിയേഷൻസ് ഞാൻ പറഞ്ഞ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പോലെയാണ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ സ്പീഡ് നമുക്കറിയാം, ഇറ്റ് ഈസ് 3 × 10⁻8 മീറ്റർ/സെക്കൻഡ്. ഓക്കെ, തെർമൽ റേഡിയേഷൻസ് എന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പോലെ തന്നെയാണ്. സോ ദേ ട്രാവൽ വിത്ത് ദ സ്പീഡ് ഓഫ് 3 × 10⁻8 മീറ്റർ/സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ലൈറ്റിന്റെ അതേ സ്പീഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞു സിമിലർ ടു ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ദേ travel in a straight line and can travel through vacuum. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞത് തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഇൻഫ്രാറെഡ് റീജിയനിലാണ് തെർമൽ റേഡിയേഷൻസ് വരിക. അപ്പം ഇൻഫ്രാറെഡ് റീജിയൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഫ്രീക്വൻസി റേഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞു, 4 × 10⁻14 ഹേർട്സ് ടു 3 × 10⁻11 ഹേർട്സ് ആണ്. അപ്പോൾ വേവ് ലെങ്ത് വലുതായിരിക്കും. ഇൻഫ്രാറെഡ് റീജിയൻ എന്ന് പറയുമ്പോൾ ലോങ്ങർ വേവ് ലെങ്ത്, സ്മോളർ ഫ്രീക്വൻസി, സോ ലോവർ എനർജി ആയിരിക്കും ദാൻ വിസിബിൾ ലൈറ്റ്. വിസിബിൾ ലൈറ്റിനേക്കാളും വേവ് ലെങ്ത് കൂടുതലാണ്, ഫ്രീക്വൻസി കുറവാണ്, എനർജി കുറവാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നെക്സ്റ്റ് ദാറ്റ് തെർമൽ റേഡിയേഷൻസ് ലൈറ്റ് റേഡിയേഷൻസ് പോലെ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ ഇതിനും വരുന്നുണ്ട്, അതായത് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും. ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതിന് റിഫ്ലക്ഷൻ സംഭവിക്കും, റിഫ്രാക്ഷനും സംഭവിക്കും. ഓക്കെ, സോ റിഫ്ലക്ഷനും റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ഒബേ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. ഓക്കെ, ലൈക്ക് എ നോർമൽ ഓർഡിനറി ലൈറ്റ്, തെർമൽ റേഡിയേഷൻസും ലോസ് ഓഫ് റിഫ്ലക്ഷനും ലോസ് ഓഫ് റിഫ്രാക്ഷനും ഒബേ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ദേ ഓൾസോ സഫർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. റിഫ്ലക്ഷനും റിഫ്രാക്ഷനും മാത്രമല്ല, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും തെർമൽ റേഡിയേഷൻസിന് നടക്കാറുണ്ട്. സോ അതുപോലെ തന്നെ ദേ എക്സിബിറ്റ് ഇന്റർഫെറൻസ്, ഡിഫ്രാക്ഷൻ ആൻഡ് പോളറൈസേഷൻ. അപ്പോൾ ഒരു നോർമൽ ഓർഡിനറി ലൈറ്റിനുള്ള എല്ലാ പ്രോപ്പർട്ടീസും തന്നെ തെർമൽ റേഡിയേഷനും വരും. ഓക്കെ, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ അവരുടെ ലോസ് എല്ലാം ഒബേ ചെയ്യുന്നുണ്ട്. ദെൻ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. ദെൻ ഇന്റർഫെറൻസ്, ഡിഫ്രാക്ഷൻ ആൻഡ് പോളറൈസേഷൻ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ തെർമൽ റേഡിയേഷൻസ് ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഓക്കെ, ഇൻവേഴ്സ് സ്ക്വയർ ലോയും ഒബേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇറ്റ് ക്യാൻ എക്സേർട്ട് പ്രഷർ ഓൺ വിച്ച് ദേ ഫോൾ. തെർമൽ റേഡിയേഷന് തെർമൽ റേഡിയേഷൻ വന്ന് വീഴുന്ന ബോഡി അത് എന്താണെങ്കിലും, എന്ത് ഒബ്ജക്റ്റിലേക്കാണോ വന്ന് വീഴുന്നത് അവിടെ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യാൻ പറ്റും തെർമൽ റേഡിയേഷന്. ഓക്കെ, can exert pressure on which they fall.
ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നെ തെർമൽ റേഡിയേഷൻ ഡസ് നോട്ട് എഫക്ട് ദ മീഡിയം ത്രൂ വിച്ച് ദേ പാസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇറ്റ് ഡസ് നോട്ട് മേക്ക് ഇറ്റ് സെൽഫ് എവിഡൻറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതായത് ആ മീഡിയത്തിനെ ഹീറ്റപ്പ് ചെയ്യിക്കുന്നില്ല തെർമൽ റേഡിയേഷൻസ്. അതേ കാര്യം തന്നെ ഇവിടെ പറയുന്നത്, ഇറ്റ് ഡസ് നോട്ട് എഫക്ട് ദ മീഡിയം ത്രൂ വിച്ച് ദേ പാസ്. ഇനി വെൻ റേഡിയന്റ് എനർജി ഫോൾസ് ഓൺ എ ബോഡി ഇറ്റ്സ് ടെമ്പറേച്ചർ റൈസസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, എവിടെയാണോ വന്ന് വീഴുന്നത് അവിടെ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, വന്ന് വീഴുന്ന എനർജി വന്ന് വീഴുന്ന ബോഡിയുടെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നുണ്ട്. അത് എന്തായാലും റൈസ് ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് എ മോഡ് ഓഫ്, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആവാനും ചെയ്യുന്നത്. സോ വന്ന് വീഴുന്ന ബോഡിയിലെ ടെമ്പറേച്ചർ എന്തായാലും റൈസ് ചെയ്യും. ആൻഡ് ദ എമൗണ്ട് ഓഫ് തെർമൽ റേഡിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ സർഫസ് ഏരിയ, പിന്നെ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് ദ സറൗണ്ടിങ്സ് എക്സെട്ര. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു, റേഡിയന്റ് എനർജി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ബോഡി. ഏത് ബോഡിയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ബോഡിയെ മാത്രമാണ് റേഡിയന്റ് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബട്ട് ദ എമൗണ്ട് ഓഫ് റേഡിയന്റ് എനർജി, അല്ലെങ്കിൽ ദ എമൗണ്ട് ഓഫ് തെർമൽ റേഡിയേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ സർഫസ് ഏരിയ, ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ബോഡി ആൻഡ് ദ സറൗണ്ടിങ്സ് എക്സെട്ര. ഓക്കെ, അപ്പോൾ അത് എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുകയാണ്. ഇത്രയും പ്രോപ്പർട്ടീസ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത്, ദേ ആർ ലൈക്ക് electromagnetic radiations traveling with the speed of 3 × 10⁻⁸ meter per second. So ലൈറ്റ് പോലെ തന്നെ സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യാൻ പറ്റും, വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ IR റേഞ്ചിലാണ് അത് വരുന്നത്. ആൻഡ് ഓർഡിനറി ലൈറ്റിനെ പോലെ തന്നെ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ, ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ, ഇൻവേഴ്സ് സ്ക്വയർ ലോ, ഇതെല്ലാം തന്നെ തെർമൽ റേഡിയേഷനും വരുന്നുണ്ട്. പിന്നെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് ഇത്. ഓക്കെ, ടോട്ടൽ എല്ലാം ലൈറ്റിനെ പോലെ തന്നെയുള്ള പ്രോപ്പർട്ടീസ് ആണ് ഇത്രയും നേരം പറഞ്ഞതല്ല. അതല്ലാതെ വരുന്ന പ്രോപ്പർട്ടീസ് ആണ്, ഇറ്റ് ക്യാൻ എക്സർട്ട് പ്രഷർ ഓൺ വിച്ച് ദേ ഫോൾ, പിന്നെ ഇറ്റ് ഡസ് നോട്ട് എഫക്ട് ദ മീഡിയം ത്രൂ വിച്ച് ദേ പാസ്, ആൻഡ് വെൻ റേഡിയന്റ് എനർജി ഫോൾസ് ഓൺ ബോഡി ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നു, ആൻഡ് ദ എമൗണ്ട് ഓഫ് തെർമൽ റേഡിയേഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ സർഫസ് ഏരിയ, ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് ദ സറൗണ്ടിങ്സ്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വീഡ്മാൻ ഫ്രാൻസ് ലോയും റേഡിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ജസ്റ്റ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടേ ഉള്ളൂ. കണ്ടക്ഷൻ എന്ന് പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ കണ്ടക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് മെത്തേഡായിട്ടുള്ള റേഡിയേഷൻ ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റേഡിയേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൻ്റെ ഡെഫിനിഷൻ, തെർമൽ റേഡിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അങ്ങനെ അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, പിന്നെ ബാക്കി ഇനി റേഡിയേഷൻ്റെ ഇതിൽ വരുന്നതാണ് ബ്ലാക്ക് ബോഡി എന്താണെന്നുള്ളതൊക്കെ, അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. Okay.